ഹലോ, എല്ലാവർക്കും കേസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 kg ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ടും 2 ടേബിൾ സ്പൂൺ നല്ല ചൂട് പാലും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് കേക്ക് മിക്സിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലാകാനായിട്ട് ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ പാലിൻ്റെ ചൂടിൽ തന്നെ ഇരുന്ന് ആ ചോക്ലേറ്റ് അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് എടുത്ത് വെക്കാം. പഞ്ചസാര പൊടിക്കുമ്പോൾ ചൂടാകുകയാണെങ്കിൽ അതൊന്ന് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ആ 1 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറും ബാക്കി മൈദയും വരുന്ന രീതിയിൽ ഒന്ന് നിറച്ചെടുക്കണം. മൈദ അങ്ങ് കുത്തി അങ്ങ് നിറയ്ക്കേണ്ട, ഒന്ന് നിറച്ചതിന് ശേഷം ഒന്ന് വടിച്ചെടുക്കുക, അത് മതി. ഇനി അത് എല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. 2-3 തവണയൊന്ന് അരിപ്പയിലൂടെ ഇട്ട് 2-3 തവണയൊന്ന് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കാം. ഇപ്പം 3 തവണ അരിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല ഫ്ലഫി ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചറിലാകാനായിട്ട് ആദ്യം അത് ഒരു മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ, അതും കൂടെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റർ വെച്ച് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി. ഇനി അതിനുശേഷം നമുക്കത് മാറ്റി വെച്ചിട്ട് സ്പാച്ചില ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 8 ഇഞ്ചിൻ്റെ 7 ഇഞ്ചിൻ്റെ ഉപയോഗിക്കാം. 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേയിലേക്കാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പ്രീ ഹീറ്റ് ആക്കിയിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെക്കാനായിട്ട്. ഓവൻ സെറ്റപ്പിൽ വെച്ച് ഒരു 30 മിനിറ്റ് കൃത്യം മതി, നമുക്കിത് ബേക്കായി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പം തയ്യാറാക്കി വെക്കാം. 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം തണുപ്പിച്ചെടുത്താൽ മതി. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൃത്യം നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. കുത്തി നോക്കിയപ്പോഴത്തേക്കും അതിലൊട്ടി പിടിച്ചിട്ടില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് നമുക്ക് ഗനാഷ തയ്യാറാക്കി വെക്കണം. നമ്മുടെ ക്രീമിലേക്ക് ചേർക്കാനുള്ളതാണിത്. ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമുക്ക് ക്രീമിലേക്ക് ചേർക്കാനായിട്ട്, ഇല്ലെങ്കിൽ ക്രീം മെൽറ്റായി പോവും. ഇനി നന്നായിട്ട് തണുപ്പിച്ച ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് പതിയെ മാറ്റി നല്ല സ്റ്റിഫ് ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗനാഷ റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഒഴിച്ചു കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ നല്ലപോലെ ആറിയിട്ടുണ്ട്, നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു കേക്ക് ബോർഡ് എടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പ് അല്ല, റെക്റ്റാങ്കുലറാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിലുള്ള ഒരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കുറച്ച് മുകളിലേക്കായിട്ട് നമ്മുടെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്ത് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യത്തെ ക്രീമും അപ്ലൈ ചെയ്ത് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ 3 ലെയർ അങ്ങനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ക്രം കോട്ട് ചെയ്ത് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തണുപ്പിച്ച് നമ്മുടെ കേക്ക് അതിൻ്റെ മുകൾ വശത്ത്, അതായത് 1/4 ഭാഗം മാത്രം ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
ഇനി ആ കട്ട് ചെയ്തത് അതേപടി തന്നെ ആ കേക്കിൻ്റെ ഏറ്റവും പുറകിൽ വശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഒരു ഫ്ലവർ വേസോ അല്ലെങ്കിൽ ഒരു ബൊക്കയൊക്കെ പോലെ തോന്നും. ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, ബൊക്കയായിരുന്നു ഉദ്ദേശിച്ചത്. അത് എങ്ങനെയായോ എന്തോ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. ഇനി അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫ്രീസറിൽ സെറ്റാകാൻ വെക്കുകയാണ്. നമുക്കിതിന് മുകളിൽ കുറച്ച് ഗനാഷെ ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ചൂട് ഗനാഷെ ഒഴിക്കുമ്പോൾ നല്ല കേക്കൊന്ന് നന്നായിട്ട് തണുപ്പിച്ച് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു അര കപ്പോളം വൈറ്റ് കോമ്പൗണ്ടും അതിലേക്ക് 1/4 കപ്പോളം വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അത് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് മെൽറ്റ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ കളറ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് 1-2 ഡ്രോപ്പ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇത് നേരെ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മൊത്തത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഡ്രോപ്പായിട്ട് വീഴുന്നത് അത് ഒരു സ്പാച്ചില ഉപയോഗിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ മുൻവശത്ത് ഒഴികെ ബാക്കി എല്ലാ സൈഡുകളിലും ഒരു ബോർഡർ പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകൾ വശത്തും മുൻവശത്തുമായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പല നിറത്തിലുള്ളതാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ നടുവശത്തായിട്ട് ഒരു റിബണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് ഫ്ലവർ വേസ് ആണോ അതോ ബൊക്കെയാണോ എന്നുള്ള കൺഫ്യൂഷനാണ്. എന്തായാലും ഇത് കൊടുത്തവർക്കും കഴിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.